ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്മനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അപ്പോൾ അതിന് മുൻപ് പഴയതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട കുട്ടികൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ ചെമ്മനീർപ്പൂവിൽ ശ്രുതിയുടെ കടയിൽ നവീൻ വന്നേക്കണം, നവീൻ ദാസ് വന്നേക്കണം. അവന് കുറേ സാധനങ്ങൾ വേണമെന്നൊക്കെ വേണ്ടി ശ്രുതിനെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നേക്കണം. ശ്രുതി ആകെ പെട്ടുപോയ അവസ്ഥയാണ്. കടയിൽ അവൻ വരില്ല എന്നുള്ള ധൈര്യത്തിലാണ് ശ്രുതി ഇരുന്നിരുന്നത്. പക്ഷേ നവീൻ ദാസ് വീണ്ടും ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളുടെ കടയിലേക്ക് വന്നേക്കണം. ശ്രുതി അവിടെ ഇല്ല ആ സമയത്ത്. അങ്ങനെ നവീൻ ദാസ് പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ ശ്രുതി കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നവീൻ ദാസ് പറയണ ശ്രുതി വരണവരെ ഞാൻ ഇവിടെ ഇരിക്കുക, എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് സംസാരിക്കുന്ന പറഞ്ഞിട്ട് അവൻ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യണം. അപ്പോൾ ശ്രുതി പറയും ശരി ഞാൻ തരാമെന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ ഷോപ്പിൽ നിന്നും 2.5-3 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങൾ നവീൻ ദാസ് എടുക്കുകയാണ്. നവീൻ ദാസ് എടുത്തിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ലോഡ് കയറ്റുമ്പോഴാണ് ശ്രുതി കയറി വരുന്നത്. ശ്രുതി കയറി വരുമ്പോൾ പറയും അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കായി നല്ല ബിസിനസ് നടന്നിട്ടുണ്ടല്ലോ, ഇത് ആർക്കാ ലോഡ് കയറ്റണേ എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രുതി ചേച്ചിയുടെ കസ്റ്റമറാണ്. ശ്രുതി ചേച്ചി പറഞ്ഞിട്ട് ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും എടുത്ത് ശ്രുതി ചേച്ചി പറഞ്ഞ് കൺവിൻസ് ചെയ്ത കസ്റ്റമറാണ് എന്നൊക്കെ പറയുകയാണ് സ്റ്റാഫ്. അവൾ മിടുക്കിയ, അല്ലെങ്കിൽ ചേച്ചിയെപ്പോലെ ഒരു വൈഫിന് കിട്ടിയ സാറ് ഭാഗ്യവാനാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അവൾക്കാണ്, എൻ്റെ ഐശ്വര്യത്തിൻ്റെ രഹസ്യം തന്നെ അവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒരുപാട് നന്ദിയുണ്ട് ശ്രുതി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേൽ എന്തോ രൂപയുടെ കച്ചവടം വന്നു, ഏകദേശം എത്ര രൂപയുടെ കച്ചവടം ഉണ്ടായിട്ടുണ്ട് ശ്രുതി ചോദിക്കാണ്. അപ്പോൾ പറയണം ശ്രുതി അത് ഏകദേശം 2.5 ലക്ഷം രൂപയുടെ അടുത്ത് ഉണ്ടാവും പറയാണ്. എങ്ങനെ ക്യാഷ് ആയിട്ടാണ് GPay ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ GPay ആയിട്ടാവും ശ്രുതി തരിക എന്നൊക്കെ പറയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി പറയണം അയ്യോ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയില്ലല്ലോ ശ്രുതി എന്ന് പറയാണ്. അപ്പോൾ പറയാം അത് ഫുൾ പൈസ ഇല്ല ശ്രുതിയെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ആൾ തരണം പറഞ്ഞത്. എന്ത് പണിയാണ് ശ്രുതി നീ ചെയ്തേ, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ ഇത്രയും എമൗണ്ടിനൊക്കെ കൊടുക്കാൻ പറ്റുമോ? നമ്മൾ കട തുടങ്ങിയിട്ടല്ലോ, ഇനി നമ്മൾ ഡീലേഴ്സ് വരുമ്പോൾ അവർക്ക് എവിടുന്ന് പൈസ കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കച്ചവടമില്ല, നമുക്ക് കൊടുക്കാമല്ലോ എന്ന് പറയുകയാണ് ശ്രുതി. ഇന്നാലും ചെയ്ത് തീരെ ശരിയായില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത്രയും വലിയ എമൗണ്ടിനൊന്നും ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കാൻ പാടില്ലെന്ന്. ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ പിന്നെയുണ്ട്, ഇത്രയും വലിയ എമൗണ്ടിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കാൻ പാടില്ല എന്ന് താൻ ചെയ്ത് വലിയൊരു തെറ്റാന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയാം ഈ കട എൻ്റെയും കൂടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തത് തെറ്റായി പോയെങ്കിൽ ശ്രുതി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര സെൻറ്റ് ഡയലോഗ് അടിക്കുമ്പോൾ ശ്രുതി അതിൽ വീഴാണ്. സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അതിൽ വീഴാണ്. അപ്പോൾ ശ്രുതി വിചാരിക്കേണ്ട ഈശ്വര ഡീലേഴ്സ് വരുമ്പോൾ ഞാൻ എവിടുന്ന് പൈസ എടുത്ത് കൊടുക്കും എന്നൊക്കെ അങ്ങനെ ശ്രുതി ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് ചന്ദ്രോദയത്തിലെ രേവതി അവിടെയുണ്ട്. രേവതിനെ നോക്കിയിട്ട് സച്ചി അടുക്കളയ്ക്ക് വന്നു. രേവതിയോട് ചോദിക്കണം നീ ഇന്ന് എവിടേക്ക് എങ്ങനെ പോകണ്ടോ, അമ്പലത്തിൽ മാല കെട്ടാൻ പോകണ്ടോ, നീ ഇന്ന് എവിടേക്ക് എങ്ങനെ പോകാൻ ഉദ്ദേശിച്ചുണ്ട്, നീ ഇന്ന് എത്ര മണിക്ക് വരും, രാത്രി എത്ര മണിക്ക് തിരിച്ചു വരും, നിനക്കൊന്ന് പ്രത്യേകിച്ച് ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രേവതി പറയാണ് എന്താ സച്ചിയായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കണം, ഞാൻ എവിടേക്ക് പോകുന്നില്ല, എന്തേ നീ പോകണ്ടെങ്കിൽ തന്നെ പറയാം, എനിക്ക് ഉദ്ദേശമില്ല പറയാം. അതെന്താ നീ അങ്ങനെ പറയണത്, നിങ്ങളുടെ അമ്മയ്ക്കൊന്ന് മനസ്സിലാവട്ടെ, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം നിങ്ങളുടെ അമ്മയ്ക്കൊന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്കത് പറയാനുള്ള ഉദ്ദേശമില്ല എന്ന് പറയാണ് രേവതി. അത് കൊള്ളാമല്ലോ, നീ അപ്പം അമ്മയെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ ചോദിക്കാൻ സച്ചി. അപ്പോൾ പറയും ഞാൻ എവിടേക്കും പോകുന്നില്ല, എനിക്ക് സച്ചിയേട്ടൻ എന്നോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം, ഞാൻ എവിടേക്കും പോകുന്നില്ല, സാധാരണത്തെ പോലെ പൂ കൊടുത്ത് സാധാരണ വരുന്ന സമയത്ത് സച്ചിയേട്ടൻ വരുമ്പോഴേക്കും ഞാനിവിടെ ഉണ്ടാവും എന്ന് പറയണം. ഓക്കെ ശരി, അപ്പോൾ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങനെ പോവാണ്. സച്ചി അങ്ങനെ പോയി കഴിഞ്ഞിട്ട് രേവതി അടുക്കളയിൽ പണി ചെയ്യണ സമയത്ത് വർഷ വരികയാണ്. രേവതി ചേച്ചി എന്താ ഉണ്ടാക്കണം ചോദിക്കണം. അപ്പോൾ പറയും ഞാൻ വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കണം, വർഷയെ നോക്കിയൊക്കെ പറഞ്ഞിട്ട് വെണ്ടയ്ക്കക്കറി ടേസ്റ്റ് ചെയ്യാൻ വർഷയ്ക്ക് കൊടുക്കണം. അപ്പോൾ വർഷ പറയണം അടിപൊളിയുണ്ട് രേവതി ചേച്ചി വലിയൊരു സംഭവമായിട്ട്, എല്ലാ കാര്യത്തിലും രേവതി ചേച്ചി ഭയങ്കര ഫാസ്റ്റാണ്, രേവതി ചേച്ചീനെ കണ്ടുപിടിക്കാനാണ് എനിക്ക് വലിയ ഇഷ്ടം എന്നൊക്കെ പറയണം വർഷ. എനിക്ക് രേവതി ചേച്ചിയെ പോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. സച്ചിയേട്ടൻ എന്തൊക്കെ പറഞ്ഞ് വഴക്കൂടിയത്, എന്നിട്ട് രേവതി ചേച്ചിക്ക് തുണ്ട് പോലും ദേഷ്യം സച്ചിയേട്ടനോട് ഇല്ലല്ലോ. അപ്പോൾ രേവതി എനിക്ക് സച്ചിയേട്ടനോട് ദേഷ്യം ഉണ്ടായിരുന്ന വർഷേ, പക്ഷേ അത് അങ്ങനെ അങ്ങോട്ട് മാഞ്ഞു പോയി എന്ന് പറയാം. അപ്പോൾ വർഷയോട് ചോദിക്കും ഇനിയിപ്പോൾ സച്ചിയേട്ടൻ്റെ സ്ഥാനത്ത് ശ്രീകാന്താണെങ്കിൽ വർഷം എങ്ങനെ പെരുമാറും, ഞാൻ രേവതിയെ പോലെ ഒന്നാവില്ല, ശ്രീകാന്ത് എങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകാന്തിനെ മൂക്കടിച്ച് പപ്പടാക്കും ഞാൻ. അപ്പോൾ ശ്രീകാന്തിനോട് ഇത് എന്നാ മാറുന്ന ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ പറയാമെന്ന് ഞാൻ പറയാം ചേച്ചി. അപ്പം ശ്രീകാന്തിനോട് ശരി ഇതെന്നാ മാറും ശ്രീകാന്ത് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാം, ഇല്ല പെട്ടെന്ന് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂക്കോടുകൂടി സംസാരിക്കുകയാണ് വർഷം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതി ദൈവമേ ഇവളെൻ്റെ മോൻ്റെ മൂക്കൊക്കെ ഇടിച്ച് പരത്തും, ഇവളുടെ കൂടെയാണല്ലോ എൻ്റെ മോൻ ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ ടെൻഷനാവാണ്. ഇവരുടെ സംസാരമൊക്കെ മറിഞ്ഞെന്ന് കേൾക്കേണ്ട. അപ്പോൾ ചന്ദ്രമതി ആകെ ടെൻഷനാവാണ്. അപ്പോൾ ഇവരുടെ കളിയും ചിരിയൊക്കെ കൂടി കാണുമ്പോൾ ഭയങ്കര കുശുമ വരുന്നുണ്ട് ചന്ദ്രമതിക്ക്. അങ്ങനെ വലിയ പ്രത്യേകിച്ച് ടോപ്പിക്കുകളൊന്നും ഇല്ലാത്ത ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും അവൻ വന്നിട്ട് ശ്രുതിയുടെ എന്താ പറയുക ശ്രുതിയുടെ ജീവിതത്തിൽ കൈയിട്ട് വരുന്ന ആ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എൻ്റെ കഥ കേട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ഓക്കെ, താങ്ക് യു.